ആദ്യമൊക്കെ കൈമുത്തിയപ്പോൾ നമ്മൾ വിചാരിച്ച് കൈമുത്തൽ കൊണ്ട് അവസാനിക്കും. കൈമുത്തൽ മതിയാകാത്തതുകൊണ്ട് പിന്നെ കാറിൽ മുത്തി. മഹാനവരുടെ കാറിൽ മുത്തിയിട്ടും മതിവരാത്ത മനുഷ്യർ പിന്നീട് ഇപ്പം കാലിൽ മുത്താൻ തുടങ്ങി. മനുഷ്യർ പ്രതലത്തിലൂടെ നടന്നു പോകുന്ന കാല്, ആ കാല് വരെ മുത്താൻ തുടങ്ങിയിട്ടുണ്ട് മനുഷ്യർ. റഹ്മാനായ റബ്ബേ, ഇതിങ്ങനെ കാണുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ എന്തോ ഒരു അസ്വസ്ഥത തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. കാരണം അള്ളാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമ്മുടെയൊക്കെ ഫിത്രത്തിൽ, നമ്മുടെയൊക്കെ ജന്മസിദ്ധമായി അള്ളാഹു ഹൃദയത്തിലൂട്ടി അജഞ്ചലമായ തൗഹീദിന്റെ ആ മാധുര്യം ഹൃദയത്തിലുണ്ട് എങ്കിൽ ഇത്തരത്തിലുള്ള പ്രവൃത്തി കാണുമ്പോൾ സ്വാഭാവികമായി നിങ്ങളുടെ മനസ്സിൽ എന്തോ ഒരു സംതിങ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. അതല്ല, ഇതിനെയൊക്കെ ന്യായീകരിക്കാനാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എവിടെയോ വെച്ച് അള്ളാഹു കൽബിൽ കത്തിച്ചു വെച്ച ഈമാന്റെ ആ തിരുനാളം വെളിച്ചം ഒന്ന് മങ്ങിയിട്ടുണ്ട്, കേട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുക. എന്നാൽ ഞാൻ കൈതൊട്ട് ചുംബിക്കാറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ഗുരുവര്യന്മാർ, എൻ്റെ സ്വാത്വികരായ ബഹുമാനപ്പെട്ട അഹ്ലുൽ ബൈത്തിൽപ്പെട്ടവരെയൊക്കെ നമ്മൾ കൈ തൊടാറുണ്ട്, ചുംബിക്കാറുണ്ട്. പക്ഷേ ഞാൻ അധികവും കൂടുതലും തൊടാറും ചുംബിക്കാറും ഏറെ താല്പര്യപ്പെടാറുള്ളത് ഈ വർഷോപ്പുകാരനാണ്. എൻ്റെ നാട്ടിലെ വർഷോപ്പുകാരനാണ്. എനിക്ക് ഇയാളുടെ കൈ തൊടാനും ആ തൊട്ട കൈ ഇങ്ങനെ ചുണ്ടോടി ചേർക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്നെ കാണാൻ പറ്റുന്ന കൊണ്ടല്ല, ഒരാളെ പറ്റിക്കാതെ, ചൂഷണം നടത്താതെ, അവൻ്റെ ഈമാൻ കവർന്നെടുക്കാതെ സ്വന്തം കൈ കൊണ്ട് അധ്വാനിച്ച് ഹലാലായ പൈസ ഉണ്ടാക്കി ജീവിക്കുന്ന ഈ മനുഷ്യൻ, ആ മനുഷ്യൻ്റെ വിയർപ്പിൻ്റെ മേത്തൊന്ന് ഒട്ടാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ച് അടുത്ത് നോക്കും. അത്ര ക്വാളിറ്റി ഉള്ളൊരു മനുഷ്യൻ. അള്ളാഹു അതിന് ബർക്കത്ത് ചെയ്യട്ടെ. അയാളുടെ കൈ പിടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ ഒന്നും പിന്നാലെ പോയി നമ്മുടെ ആഹ്റം, നമുക്കൊക്കെ പരിമിതമായ വിജ്ഞാനം മാത്രമേ ഉണ്ടാവുള്ളൂ. വളരെ കുറഞ്ഞ അമലുകൾ മാത്രമേ ഉള്ളൂ. ഇതൊക്കെ തന്നെ ധാരാളമാണ്. ഒരുപാടൊന്നും വേണ്ട, ഒരുപാടൊന്നും ചെയ്തു കൂട്ടണ്ട. നമുക്കറിയുന്ന ഇൽമ കൊണ്ട് ആരെയും ദ്രോഹിക്കാതെയും ആർക്കെതിരെ പറയാതെയും ആരെയും പ്രയാസപ്പെടുത്താതെയും ഒക്കെ നമുക്കറിയുന്ന അറിവ് കൊണ്ട് നമ്മൾ അമല് ചെയ്ത് നമ്മളെ കൊണ്ട് പറ്റാവുന്ന രൂപത്തിൽ സുഹൃതങ്ങൾ ചെയ്ത് ജീവിച്ച് മരിക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെയൊക്കെ പിന്നാലെ പോയി എൻ്റെ പൊന്നാര കൽബുകളെ ആഹാരം കളയരുത്. ഈ അവസരത്തിൽ നമ്മൾ ഏറെ ബഹുമാനിക്കേണ്ടത്, ആദരിക്കേണ്ടത്, സ്നേഹിക്കേണ്ടത് ബഹുമാനപ്പെട്ട പേരുടെ സ്ഥാനം പുനർസ്ഥാനം പോലുള്ള ആളുകളെയാണ്. കാരണം വേറൊന്നും കൊണ്ടല്ല, എത്ര മുമ്പേ അല്ലെങ്കിൽ എത്ര വലിയ വീക്ഷണമായിരുന്നു. ഇതെവിടെ ചെന്ന് അവസാനിക്കും? ഞാൻ ആലോചിച്ചു പോയി. എൻ്റെ ഒരു വളരെ അടുത്തൊരു സുഹൃത്തുണ്ട്, ഒരു അസ്ലമിയ. ഇത് എന്നോട് പറയുന്നു, എടാ, കേരളത്തിലുള്ള മുഴുവൻ ആലിമീങ്ങളും മോശമാണ്, പിഴച്ചവരാണ്, അവർക്കൊന്നും ദീൻ അറിയത്തില്ല, അവരൊക്കെ വെറും ചൂഷകരാണെന്ന് പറയുമ്പോഴും ഇവരാണ് സത്യത്തിന്റെ പാതയിലെന്ന് പറയുമ്പോൾ ഈ സത്യത്തിന്റെ പാതയിലുള്ള മനുഷ്യരെടുക്കുന്ന പണി എന്താ? രാവും പകലും ഈ ഗീബത്ത്, പരദൂഷണം തന്നെ. പരദൂഷണം, ആലിമീങ്ങളെ വലിച്ചു കീറുക, വെട്ടിക്കീറുക, വലിച്ചു കീറുക, ഞങ്ങൾ കുഴിച്ചു മൂടുക, ഇങ്ങനത്തെ പ്രകോപന പ്രഖ്യാപനങ്ങളല്ലാതെ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും മനുഷ്യർക്ക് ഉപയുക്തമായ എന്തെങ്കിലും ഉണ്ട്? എന്നും ഈ വലിച്ചു കീറൽ, കുഴിച്ചുമൂടൽ, വലിച്ചൊട്ടിക്കൽ എന്നല്ലാതെ. ഇപ്പൊ അവസാനം എന്തായി? ഇതെനിക്കിപ്പോൾ അയച്ചു തന്നാരാ? ഞാൻ ആലോചിച്ചു പോയി. എനിക്ക് ചിരി വന്നതേ. ഞാനിപ്പോൾ ഒരു പരിപാടിക്ക് പോവാം, നിങ്ങൾക്കറിയാം, കുറച്ച് കഴിയുമ്പം ആ വീഡിയോ വരും. വളരെ അടുത്തൊരു സുഹൃത്താണ്, ആ സുഹൃത്ത് അയച്ചു തരികയാണ്. ഞാൻ ചോദിച്ചിട്ട് ഇതെന്തോ കാലൊക്കെ മുത്തുനിന്ന് ചോദിക്കുകയാണ്. നമ്മൾ എന്ത് മറുപടി ഇവനോട് പറയും? ഇവരോട് മറുപടി പറഞ്ഞു കൊടുക്കും. എനിക്കറിയാൻ വയ്യ. എനിക്ക് ദീന് വലിയ അറിയാത്തതുകൊണ്ട് സംഭവിക്കുന്നതായിരിക്കും. എനിക്ക് വലിയ കിത്താവൊന്നും ഓതാത്തതുകൊണ്ടായിരിക്കും ഈ കാല് മുത്തുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. നമ്മൾ ഈ കാല് മുത്തിയവനെയും മുത്തപ്പെടുന്നവരെയൊക്കെ വിമർശിക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക് സ്വയം ഒന്ന് ചിന്തിച്ചുകൂടെ? അള്ളാഹു നമുക്ക് തന്ന ബുദ്ധി, ബോധം ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ശരിയും തെറ്റും നമുക്ക് നിർണ്ണയിക്കാൻ കഴിയില്ലേ? നമുക്ക് മുമ്പ് ജീവിച്ചു പോയി സ്വാത്വികരായ ഉലമാക്കൾ ഇവിടെ ജീവിച്ചു വന്ന ആ ഒരു പാതയെ നമുക്കറിയാവില്ല. അവരാരെങ്കിലും ഇങ്ങനത്തെ പ്രവൃത്തി, അവരൊക്കെ എത്ര വലിയ ആദരവോടുകൂടിയാണ് അവരുടെ ഗുരുക്കന്മാരെ കണ്ടത്. അവരാരെങ്കിലും കാലുമൊക്കെ മുത്തിപ്പിടിച്ച് വലിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അപ്പം അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇവരെയൊന്നും നമ്മൾ പറഞ്ഞു ഉപദേശിച്ചോ അല്ലെങ്കിൽ ഇവരെ വിമർശിക്കുന്നതിനേക്കാൾ ഹൈറ് നമ്മൾ സ്വയം നന്നാകുക എന്നുള്ളത്. ഈ വഴിക്കൊന്നും പോകണ്ട. നിങ്ങൾക്ക് വലിയ അറിവുള്ളൂ, എനിക്കും നിങ്ങൾക്കൊന്നും വലിയ അറിവൊന്നുമില്ല, നമ്മൾ വലിയ അമലും ഇല്ല, വളരെ കുറവേ ഉണ്ടാവുള്ളൂ. അതും മതി അള്ളാഹ്ക്ക്. ഒരുപാടൊന്നും വലിച്ചു വാരിട്ട് ചെല്ലണം. പക്ഷേ നമ്മുടെ ഈമാൻ തെറ്റിപ്പോകുന്ന പണിക്ക് നമ്മൾ നിൽക്കരുത്. നമ്മുടെ ആ അചഞ്ചലമായ തൗഹീദി ആശയത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന പണിക്ക് നമ്മൾ നിൽക്കരുത്. കുറഞ്ഞ അമല് മതി. കുറഞ്ഞ അറിവും ആ അറിവിനാൽ ഉണ്ടാകുന്ന അമലുകളും കൊണ്ട് റബ്ബിന്റെ മുമ്പിൽ രക്ഷപ്പെടും. ചരിത്രം സാക്ഷിയാണ്. പക്ഷേ ഇത് ചെയ്യുന്നൊരു മനുഷ്യന്റെ മനോഭാവം എന്താ? അവൻ അള്ളാഹിന്റെ അടുക്ക് സ്വീകാര്യത കിട്ടാൻ വേണ്ടിയായിരിക്കും. അവന്റെ പാരത്രിക മോക്ഷത്തിന് വേണ്ടിയും ദുനിയവിയായ ആത്മീയമായ ചൈതന്യത്തിന് വേണ്ടി ചെയ്യുന്ന പണിയാണിത്, ഈ കാലുമുത്തുക എന്നുള്ളത്. നമുക്ക് കാണുമ്പോൾ തന്നെ എന്തോ ഒരു അസ്വസ്ഥത തോന്നില്ലേ? ആ അസ്വസ്ഥത തോന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു മുഅ്മിനായ മനുഷ്യനായിരിക്കും. എന്തെങ്കിലുമൊക്കെ ആകട്ടെ, ജീവിക്കാൻ വേണ്ടി മനുഷ്യർ ചെയ്യുന്ന ഓരോ തന്ത്രപ്പാടുകൾ